ഹേ ഗൈസ്, നമുക്ക് വന്നൊരു കമൻറ്റാണ്. ബ്രോ, പുതിയ 10th ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ല പഠിക്കാൻ. ഒരു മോട്ടിവേഷനും മൈൻഡ് മാപ്പും സെറ്റ് ചെയ്ത് തരാമോ? ഞങ്ങൾക്ക് ബ്രോ അല്ലേ ഉള്ളൂ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ നല്ല പ്രോബ്ലംസും സ്ട്രെസ്സും ഫേസ് ചെയ്യുന്നു. പ്ലീസ് ഈ കമൻറ്റിന് കുറേ സ്റ്റുഡൻസിൻ്റെ വോയിസായി കൺസിഡർ ചെയ്യണേ. ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. താങ്ക്സ് നിവേദ് കൃഷ്ണ ഫോർ കമൻറ്റിങ്. സോ എനിക്കറിയാം ബ്രോയ്ക്ക് മാത്രമല്ല ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഇനി 10th ക്ലാസ്സിലേക്ക് ആവുന്ന സ്റ്റുഡൻസ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് പേടിയും ടെൻഷനും വീട്ടുകാരുടെ പ്രഷറും നാട്ടുകാരുടെ പ്രഷറും സ്കൂളിലെ പ്രഷറും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. സോ ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ഇത് നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റ് ആണ്, എന്തായാലും ഫുൾ A+ വാങ്ങിക്കണം എന്നൊക്കെ പറയാനല്ല ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ബട്ട് കുറച്ചുകൂടി സ്മാർട്ടായിട്ട് എഫിഷ്യൻ്റായിട്ട് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുതരാനാണ്. സോ let's start. What's good everybody? Welcome to Motive Campus. സോ ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ നിങ്ങളിപ്പോൾ 10th എല്ലാം കുറച്ച് ഹെവി ആയി തോന്നുന്നുണ്ടാവും. ടീച്ചേഴ്സും പാരൻസും ഒക്കെ കുറേ കൂടി സീരിയസ് ആയിട്ടുണ്ടാവും. നല്ല പ്രഷറും ആയിരിക്കും. അതിപ്പോൾ സ്റ്റേറ്റ് ആയാലും CBS ആയാലും ഒക്കെ കണക്കാ. 10th ക്ലാസ് ആണ് എല്ലാം എന്നുള്ളൊരു മൂഡായിരിക്കും. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വർഷം മുതൽ എനിക്ക് നന്നായിട്ട് പഠിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എനിക്കെവിടെ തുടങ്ങണം എന്നറിയില്ല, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ടോട്ടലി നോർമലാണ്. ഈ ഒരു കൺഫ്യൂഷനും സ്ട്രെസ്സും അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ കോൺഫിഡൻ്റ് ആയാലുണ്ടല്ലോ, പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ ആവില്ല. സോ പ്ലാനിങ്ങിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കണം. ഫസ്റ്റ് നിങ്ങളൊരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഫോണിലെ ഏതെങ്കിലും നോട്ട്സ് ആപ്പ് എടുത്താലും മതി. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതിലെഴുതുക. ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണ്? ഒരു ജനറിക് ആൻസർ അല്ല എനിക്ക് വേണ്ടത്. ഐ നീഡ് ദ റിയൽ വൺ. മാത്സ് ആണോ, അതോ നിങ്ങൾ പണ്ട് മുതലേ പഠിത്തത്തിൽ ഭയങ്കര വീക്കാണ് എന്നുള്ള തോന്നലാണോ, അല്ലെങ്കിൽ പാരൻസ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണോ, അതോ എങ്ങനെ പഠിക്കണം എന്നറിയാത്തതാണോ? എന്താണെന്നുള്ളത് ഒന്ന് എഴുതി വയ്ക്കാം. അതെന്തായാലും വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പം തന്നെ അതൊന്ന് ചെയ്യാം. ഇനി നിങ്ങൾ ആ എഴുതിയതിലേക്കൊന്ന് നോക്കുക. അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ടൈം ടേബിളും സിലബസും ഒന്നുമല്ല, ആ കാണുന്നതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബിക്കോസ് ഇപ്പം നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പ്രോബ്ലം ഉണ്ട്. സ്പെസിഫിക് പ്രോബ്ലംസിന് സ്പെസിഫിക് സൊല്യൂഷൻസും ഉണ്ടാവും. പല സ്റ്റുഡൻസും ഈ പേടി വളരെ സൈലൻ്റ് ആയിട്ട് കൊണ്ട് നടക്കും. ആൻഡ് ഇയർ മുഴുവനും അവർ സ്ലോ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ആവില്ല. ഇനി 10th ക്ലാസ്സിനെ കുറിച്ചുള്ളൊരു സത്യം ഞാൻ പറഞ്ഞുതരാം. യെസ്, SSLC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. കാരണം +1 അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ സെർട്ടൈൻ സ്ട്രീംസ്, സെർട്ടൈൻ സ്കൂൾസൊക്കെ നിങ്ങളുടെ SSLC മാർക്ക് നോക്കിയിട്ട് തന്നെയായിരിക്കും അഡ്മിഷൻ തരാനോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. സോ യെസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ഇതെല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിമാൻ, അല്ലാത്തവരൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്. അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ നല്ലൊരു ഫ്യൂച്ചറിലേക്കുള്ള ഒരേ ഒരു പാത്ത് ഇതാണ് എന്നൊന്നും വിചാരിക്കേണ്ട. ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ മാറ്റിയാൽ തന്നെ നിങ്ങൾക്കൊന്ന് കോൺഫിഡൻ്റ് ആവാനായിട്ട് പറ്റും. നിങ്ങൾ കാമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ടൊന്ന് പഠിച്ചാലുണ്ടല്ലോ, ഞാൻ ഉറപ്പ് തരാം ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ സ്റ്റാർട്ടിംഗ് പ്ലാന് ഞാൻ പറഞ്ഞുതരാം. സോ ചിലരൊക്കെ ഇപ്പം തന്നെ പഴയ ബുക്കൊക്കെ വാങ്ങിച്ച് പഠിത്തം തുടങ്ങിയിട്ടുണ്ടാവും, ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ചിലരൊന്നും പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കും. ബട്ട് വാട്ട് എവർ, ഞാൻ ഈ പറയുന്നത് ഒരു 30 days പ്ലാനാണ്. ഇത് നിങ്ങൾക്ക് ഈ മാസം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല, സ്കൂൾ തുറന്നിട്ട് ജൂണിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും മതി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. സോ ലെറ്റ് സ്റ്റാർട്ട്. വീക്ക് 1, ഗെറ്റ് ദ ഓവർവ്യൂ. ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങരുത്. ഫസ്റ്റത്തെ ആഴ്ച എല്ലാത്തിനോടും ഒന്ന് ഫെമിലിയർ ആവാനായിട്ട് ശ്രമിക്കാം, ഒന്ന് പരിചയപ്പെടുക. ഓരോ സബ്ജക്റ്റിലെയും ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് നോക്കാം. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഏതിനോടാണ് ക്യൂരിയോസിറ്റി തോന്നുന്നത്, ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്യാം. വീക്ക് 2, സെറ്റപ്പ് യുവർ സിസ്റ്റം. രണ്ടാമത്തെ ആഴ്ചയിൽ മെയിനായിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ സ്റ്റഡി ടൈം തീരുമാനിക്കാം. ഒരു കോംപ്ലിക്കേറ്റഡ് ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കണ്ട, ജസ്റ്റ് ആലോചിക്കാം. സ്കൂളും ട്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ എനിക്ക് എത്ര നേരം ഒരു ദിവസം പഠിക്കാൻ സമയമുണ്ട്, അറ്റ്ലീസ്റ്റ് 1 hour നിങ്ങൾ തീരുമാനിക്കുക. രാവിലെ ആവാം, രാത്രി ആവാം, ബട്ട് ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു നീഡ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് എവറി ഡേ. രണ്ടാമത്തെ കാര്യം, നോട്ട്സ് പ്രോപ്പറായിട്ട് എഴുതാൻ തുടങ്ങാം.
ട്രസ്റ്റ് മീ ഗൈസ്, നോട്ട്സ് എഴുതുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലുഴപ്പാൻ നിൽക്കരുത്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കാൻ എളുപ്പമാവുന്ന രീതിയിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എഴുതി പോവുക. പെൻഡിങ് വരുത്താതെ നോക്കാം. വീക്ക് 3 ഐഡൻറ്റിഫൈ യുവർ വീക്ക് സ്പോട്സ് ഏർലി. 2-3 ആഴ്ചയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏത് സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്യുന്നത് എന്ന്, ഏത് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ആണ് ശരിക്കും മനസ്സിലാവാത്തത് എന്ന്. സോ അത് നിങ്ങൾ ഇപ്പോഴേ കണ്ടെത്തണം. ബിക്കോസ് നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിട്ട് ആ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ പറ്റും. വീക്ക് 4 ബിൽഡ് ദ ഹാബിറ്റ് ബിഫോർ ദ പ്രഷർ. സോ ഈ 4-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഡെയിലി പഠിക്കുന്നത്, അതായത് നിങ്ങളിപ്പോൾ ഒരു ടൈമൊക്കെ ഫിക്സ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയല്ലോ, അതൊരു ശീലമാക്കിയിട്ട് മാറ്റണം. ഡെയിലി പഠിക്കാം, അതിന് മുടക്കം വരുത്താതിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം അങ്ങനെ അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഈ എക്സ്റ്റേണൽ പ്രഷർ നിങ്ങളെ അങ്ങനെ ബാധിക്കില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. സോ എക്സാം ആകുമ്പോൾ ഒന്നും അറിയാത്തവരെ പോലെ പേടിക്കേണ്ട ആവശ്യം വരില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സ്റ്റാർട്ടിങ് മുതലേ നോക്കിയാൽ. ഓക്കെ, സോ ഇനി ഞാനൊരു ബിഗ് പിക്ചർ തരാം, ഒരു മൈൻഡ് മാപ്പ് പോലെ തരാം ഈ ഫുൾ വർഷത്തിൻ്റെ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മൈൻഡിൽ ഇതിങ്ങനെ ആലോചിക്കണം കേട്ടോ, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ വർഷത്തെ നമുക്ക് 5 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫേസ് 1 ഫൗണ്ടേഷൻ, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസം. ഈ ഫേസിൽ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ നോക്കുക, ബേസിക്സ് നന്നായിട്ട് പഠിക്കുക, പാനിക് ആവരുത്, ബിക്കോസ് ദിസ് ഈസ് ദ സ്റ്റാർട്ടിങ്. ഫേസ് 2 ഫസ്റ്റ് ടെർമിനൽ, സെപ്റ്റംബർ മാസം. നിങ്ങളുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാം വരും. അതിനെ സീരിയസ് ആയിട്ട് തന്നെ കാണുക കേട്ടോ, നന്നായിട്ട് പഠിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യുക, കാരണം ഇതിൻ്റെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് 3 ആക്സിലറേഷൻ, ഒക്ടോബർ മുതൽ നവംബർ വരെ. ഈ സമയത്ത് കഴിഞ്ഞ ടെർമിനൽ എക്സാമിൻ്റെ ഫീഡ്ബാക്ക് നോക്കുക, എങ്ങനെ നിങ്ങൾ അപ്പിയർ ചെയ്തു, എങ്ങനെ പെർഫോം ചെയ്തു, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നൊക്കെ നോക്കുക. ദെൻ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോവുക. ഫേസ് 4 സെക്കൻഡ് ടെർമിനൽ, ഡിസംബർ മാസം. അങ്ങനെ നെക്സ്റ്റ് ടേർമിനൽ എക്സാം എത്തി. ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറേ കൂടി സ്ട്രോങ് ആവാൻ തുടങ്ങും. ബിക്കോസ് ഈ സമയമാകുമ്പോഴേക്കും ഏകദേശം ചാപ്റ്റേഴ്സൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് വിലയിരുത്താനും പറ്റും. ഫേസ് 5 ഫൈനൽ സ്പ്രിൻറ്റ്, ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ. ദ റിയൽ എക്സാംസ്, റിവിഷൻ, പ്രാക്ടീസ് പേപ്പേഴ്സ്, ആൻസർ റൈറ്റിംഗ്, മെൻ്റൽ പ്രിപ്പറേഷൻ എല്ലാം കനക്കും. പുതുതായിട്ടൊന്നും പഠിക്കാനുണ്ടാവില്ല, ബട്ട് പഠിച്ച കാര്യങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കും. 5 ഫേസസ്, ഓരോ ഫേസിനും സ്പെസിഫിക് ആയിട്ടുള്ള പേർപ്പസ്. സോ ഈ കമൻറ്റ് ചെയ്ത ആൾക്കും ഒപ്പം ഇങ്ങനെ ഫീൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരോടും, യു ഡോണ്ട് നീഡ് ടു ഹാവ് എവറിത്തിങ് ഫിഗർഡ് ഔട്ട് ടുഡേ. ഇപ്പം തന്നെ നിങ്ങളെല്ലാം സെറ്റാക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങാം. നല്ലൊരു പ്ലാനിങ്ങോടെ, അവെയർനെസ്സോടെ മുന്നോട്ട് പോയാൽ മാർക്ക് ഈസി ആയിട്ട് വരും. ട്രസ്റ്റ് മീ. പിന്നെ ഞാനുണ്ടാവും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊല്ലും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സോ വീഡിയോ നോക്കാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.